കുളിക്കാൻ മടിയുള്ള ഞാൻ കുളിക്കാൻ പോയപ്പോൾ കണ്ട ദയനീയമായ അവസ്ഥയാണ്. എൻ്റെ പെട്ടിയിൽ സോപ്പില്ല. കാരണം വല്ലപ്പോഴൊക്കെ ആ വഴിക്ക് പോകണേ, എന്നാലല്ലേ സോപ്പ് തീർന്നാൽ അറിയുള്ളൂ. അങ്ങനെ സോപ്പ് കഴിഞ്ഞ വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സോപ്പ് തൊട്ട് വിചാരിക്കണ്ടോ എന്നെ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കണില്ലെന്ന്. കാരണം 3-4 വർഷമായിട്ട് പല പല സോപ്പുകൾ ഇതിൽ കൂടെ മാറി മറിഞ്ഞെങ്കിലും കുറച്ച് നാളുകളായിട്ട് സോപ്പ് വരുന്നില്ല. കാരണം എന്ത്? ഇനിയിപ്പോൾ ഇവിടെ ശരിക്കും കുളിക്കണില്ലേ, അതോ വേറെ വല്ല ബോഡി വാഷ് എങ്ങാനും വാങ്ങിച്ചോ എന്നുള്ള സംശയത്തിലാണ് നമ്മുടെ സോപ്പ് പെട്ടി. അമ്പട സോപ്പ് പെട്ടിയേ. വേറൊന്നുമല്ല, പണ്ടൊക്കെ ഞാൻ പുതിയ സോപ്പ് വന്നാൽ പഴയ സോപ്പിനെ അപ്പം തന്നെ വലിച്ചെറിയും കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പുതിയ സോപ്പ് വന്നാലും പഴയ സോപ്പ് തീർന്നിട്ടേ പുതിയ സോപ്പ് എടുക്കുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ എന്നെ പോലെ തന്നെ ആയിരുന്നു. നമ്മുടെ സോപ്പ് പെട്ടിയുടെ വിഷമം അങ്ങോട്ട് തീർത്തു കൊടുക്കാം. നമ്മൾ അതിനെ കുട്ടപ്പനാക്കിയിട്ട് പുതിയ സോപ്പിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കുട്ടി സോപ്പിനും വലിയൊരു പങ്കുണ്ട്. കാരണം കോളേജൊക്കെ വിട്ട് വന്ന് ഒരു കുളി പാസ്സാക്കി കിട്ടുമ്പോൾ 1 മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടുന്നൊരു റിഫ്രഷ്മെൻറ്റ് അത് തരുന്നത് ഈ ഒരു സോപ്പ് തന്നെയാണ്. പണ്ടൊക്കെ മെഡിമിക്സോ ചന്ദ്രേ സോപ്പൊക്കെ ഇട്ട് കുളിച്ചതിന് ആ വീട് മൊത്തം സുഗന്ധം പരക്കും. ഏത് സോപ്പ് ഉപയോഗിച്ചാലും റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യില്ലേ. ബൈ.